So hi all. നമ്മൾ ഇന്ന് അറേന ടോക്ക് സീരീസിന്റെ സെക്കൻഡ് പാർട്ടിലാണുള്ളത്. ഐ എം ആർക്കിടെക്ട് അഭിമന്യു ഫ്രം മീൻസ് അറേന ബിൽഡേഴ്സ്. ആൻഡ് ഇന്ന് നമ്മുടെ നമ്മുടെ പ്രൊജക്ട് മാനേജർ ആണുള്ളത് വിനി ഭാഗേഷ്. ഓക്കെ അഭിമന്യു, ഒരു ആർക്കിടെക്ട് എന്ന നിലയിൽ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു പ്രൊജക്റ്റിന്റെ ഏതൊക്കെ സ്റ്റേജിലാണ്, അല്ലെങ്കിൽ എങ്ങനെ അത് വരുമ്പോഴാണ് ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയിട്ടുള്ളത്? സോ നമ്മുടെ വർക്കിലൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു സൈറ്റ് കിട്ടിയാലും എല്ലാ സൈറ്റും വേറെ വേറെയാണ്. എല്ലാ സൈറ്റിനും അതിൻ്റെതായ ചലഞ്ചസ് ഉണ്ടാവും, അതിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും സോൾവ് ചെയ്യാനായിട്ട്. എല്ലാ ക്ലയൻസും വേറെ വേറെയാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്ലയൻസിൻ്റെ റിക്വയർമെൻറ്റ്സും അല്ലെങ്കിൽ അവരുടെ സജഷൻസ് എല്ലാം വേറെ വേറെ ആയിരിക്കും. സോ ഓരോ ക്ലയൻറ്റിൻ്റെ അവരവരുടെ സജഷൻസ് അനുസരിച്ച് ആ സൈറ്റിലെ ഇഷ്യൂസ് സോൾവ് ചെയ്യാനായിട്ട് നമ്മളൊരു ഡിസൈൻ ഇവോൾവ് ചെയ്തെടുക്കുമ്പോഴാണ് ആ ഒരു ബ്രെയിൻ സ്റ്റോമിലൂടെ നമ്മളൊരു ഡിസൈൻ ഇവോൾവ് ചെയ്തെടുത്ത് അത് സക്സസ് ആയി അല്ലെങ്കിൽ അത് സാറ്റിസ്ഫൈഡ് ആയി എന്ന് വരുന്ന ഒരു മൊമെൻറ്റിലാണ് നമുക്കൊരു ഹാപ്പിനെസ് വരുന്നത് അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നത്. ബട്ട് അതിലും നമുക്ക് കുറച്ചും കൂടെ എന്നല്ല, ഏറ്റവും നമുക്ക് ഹാപ്പിനെസ് കിട്ടാന്ന് പറയുന്നത് ആ ചെയ്തൊരു ഡിസൈൻ അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റിന്റെ കംപ്ലീഷൻ വരുമ്പോഴാണ്. നമ്മൾ സിസ്റ്റത്തിൽ ഡിസൈൻ ചെയ്ത സ്പേസസ് ഇൻറ്റു റിയാലിറ്റി ബിൽഡ് ചെയ്ത് അതേപോലെ വരുമ്പോഴാണ് നമുക്ക്, അതായത് നമ്മൾ ചെയ്ത ഇഞ്ച് ബൈ ഇഞ്ച് സെയിം അതേപോലെ ഒരു ചേഞ്ചും ഇല്ലാതെ സൈറ്റിൽ എക്സിക്യൂട്ട് ആകുമ്പോഴാണ് നമുക്ക് അത്രയും സാറ്റിസ്ഫാക്ഷൻ വരുന്നത്. ഒരു ബിൽഡിംഗ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഡിസൈനർ മാത്രം പോരാ, ഡിസൈനർ വേണം, അവിടെ സൈറ്റിൽ എക്സിക്യൂട്ട് ഉള്ള വർക്കേഴ്സ് വേണം, അവരെ കോർഡിനേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു കോൺട്രാക്ടർ വേണം, അങ്ങനെ നമുക്ക് സൈറ്റിലേക്കും അങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മീഡിയം, നമ്മുടെ സൈറ്റ് എഞ്ചിനീയേഴ്സ് ആണെങ്കിലും പ്രൊജക്ട് മാനേജർ ആണെങ്കിലും എല്ലാം വേണം. സോ ഇവിടെ ഈ എല്ലാവരുടെയും ഒരു ടീം വർക്കിലാണ് ഒരു പ്രൊജക്ട് സക്സസ് ആവുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പണം തീർന്നല്ല അതിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. നമ്മൾ വിചാരിച്ച പോലെ, നമ്മൾ ഡിസൈൻ ചെയ്ത പോലെ എക്സാക്ട് അതേ സാധനം നമുക്ക് 3D റെൻഡേഴ്സ് ടു 3D റിയാലിറ്റി വരുന്നതിനാണ് നമ്മൾ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ കറക്റ്റാണ് പറഞ്ഞത്. കാരണം നമ്മുടെ ആ ഒരു ടീം വർക്കാണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്. കാരണം ഞാനിപ്പോൾ പ്രൊജക്ട് മാനേജറായിട്ട് ഇരിക്കുമ്പോൾ തന്നെ എനിക്കറിയാം നമ്മുടെ സൈറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ കുറേ സൈറ്റുകൾ നമുക്കുണ്ട്. അപ്പോൾ ആ സൈറ്റുകളിലൊക്കെ നമ്മുടെ എക്സ്പീരിയൻസ് ഉള്ള വർക്കേഴ്സാണ് നമുക്ക്, അതായത് കുറേയധികം വർഷം എക്സ്പീരിയൻസ് ഉള്ള വർക്കേഴ്സാണ്. അപ്പോൾ ഒരു ഡിസൈനിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ അവർക്ക് തന്നെ അത് നെക്സ്റ്റ് സ്റ്റേജിൽ അത് അങ്ങനെ വന്നാൽ എന്താണ് ഉണ്ടാവുന്ന ഇഷ്യൂ എന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ അവർ നമ്മളെ ഇവിടേക്ക് വിളിക്കും, ഇങ്ങനെ ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടേ എന്നുള്ളത് അവരും കൂടെ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് ആ ഒരു വർക്ക് എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കോർഡിനേഷൻ, ഇപ്പോൾ സൈറ്റിലുള്ള വർക്കേഴ്സ് ആയാലും സൈറ്റ് എഞ്ചിനീയർ ആയാലും നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നവരായാലും ഡിസൈൻ ടീം ആയാലും എല്ലാവരും കൂടെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു പ്രോപ്പർ വേയിൽ നമ്മളത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. പറഞ്ഞതിൽ നമുക്ക് തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസ് കുറേ ഉണ്ട്. പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ ഒരുപാടുണ്ട്. കാരണം നമ്മുടെ വർക്കേഴ്സ് നമ്മൾ ഒരിക്കലും നമ്മൾ ഡിസൈൻ ടീം ഇവിടെ ഇരിക്കുന്ന വർക്കേഴ്സ് എവിടെയാണ് അങ്ങനെ ഒരു തരത്തിൽ നമ്മൾ നോക്കില്ല. നമ്മൾ വർക്കേഴ്സിനെ അത്രയും നമ്മളൊരു ഫ്രീഡം അല്ല, നമ്മൾ അത്രയും ഈക്വൽ ആയിട്ടാണ് കാണുന്നത്. കാരണം നമ്മൾ അറ്റ് എ ടൈം ഇപ്പോൾ ഒരു ദിവസം തന്നെ ഒരു 2-3 സൈറ്റിലെ കാര്യങ്ങൾ പല സ്റ്റേജിലുള്ളത് ഡിസൈൻ ചെയ്യേണ്ടി വരും. ബട്ട് ആ ഒരു സ്റ്റേജിൽ ആ വർക്കേഴ്സ് ആയിരിക്കും അവിടെ നിന്നിട്ട് അവിടുത്തെ വർക്കും കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടെ അവർക്ക് ഓൺസൈറ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഓൺസൈറ്റ് അവർക്ക് ഉള്ളൊരു അറ്റാച്ച്മെന്റ് കൂടുതലായിരിക്കും. സോ അവർ ഇത്രയും കാലത്ത് എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർക്ക് ആ സൈറ്റിൽ വരാൻ പോകുന്ന ഇഷ്യൂസ് എന്തെങ്കിലും മുൻകൂട്ടി കാണാനുള്ള ഒരു ഇതുണ്ട്. അവർ എക്സ്പീരിയൻസിലൂടെ വർക്ക് എക്സ്പീരിയൻസ് എപ്പോഴും ഇപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ഡിസൈനിങ് സ്റ്റേജ് മാത്രമാണ് നമ്മൾ അറിയുന്നുള്ളൂ. ചിലപ്പോൾ ആ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പോലെ ആവില്ല വർക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ചില സ്റ്റേജസിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ഡിഫറൻസസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ അത് അവർക്കാണ് കറക്റ്റായിട്ട് എടുക്കാനായിട്ട് പറ്റുക. അപ്പോൾ അവരും നമ്മളും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് പോയാൽ തന്നെയാണ് നമുക്കത് മുമ്പോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. കാരണം ഈ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം പറയുകയാണെങ്കിലും നമ്മളിവിടെ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈറ്റിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് കോൾ വരാം. വിത്തിൻ ഫ്യൂ മിനിറ്റ്സിൽ ഇന്നതാണ് ഇവിടുത്തെ സീൻ എന്നുള്ളത് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ്. എന്നിട്ടാണ് നമ്മൾ ഇവിടെ എന്താണ് ഇഷ്യൂ എന്നുള്ളത് നോക്കുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ സൈറ്റിൽ ഒരു പ്രശ്നം വരുമ്പോൾ അവർ കോൺട്രാക്ടറിനെ വിളിച്ച് കോൺട്രാക്ടർ ക്ലയന്റിനോട് പറഞ്ഞ ക്ലയന്റ് നമ്മുടേക്ക് എത്തി നമ്മൾ ചെറുപ്പത്തിൽ ഗെയിം കളിക്കാറുള്ള പോലെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേനും വേറെ ഇഷ്യൂ ആണോ. അതെ, നമ്മൾ കറക്റ്റ് ആയിട്ട് അതിനുള്ളൊരു റെസൊല്യൂഷൻ എത്തിയിട്ടാണ് അതിനൊരു സൊല്യൂഷൻ അവിടെ ഇട്ടു. അപ്പൊ പിന്നെ ക്ലയന്റിന് അതിനെപ്പറ്റി വറി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതെ, ഇവിടുന്ന് അത് ക്ലിയർ ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്കും കുറച്ചും കൂടെ ട്രാൻസ്പെറന്റ് ആവാണ്. ഡയറക്റ്റ് അവർ സൈറ്റിൽ നിന്ന് വിളിച്ചിട്ട് അവിടുത്തെ ഒരു സീൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. നമ്മൾ അവിടെ എത്തിയ പോലെയാണ് നമുക്ക് ഒരു ക്ലിയർ പിക്ചർ കിട്ടുന്നത്. അപ്പൊ അതുപോലെ തന്നെ ക്ലയൻസും ചിലപ്പോൾ സൈറ്റിൽ ചെല്ലുമ്പോൾ ഇപ്പൊ നമ്മളാരും സൈറ്റിലില്ല, അപ്പോൾ വർക്കേഴ്സിനെയാണ് കാണുന്നത്. അപ്പോൾ അവരോടായിരിക്കും ചിലപ്പോൾ ചില സജഷൻസ് പറയും. അപ്പോൾ അവരും നമ്മളെ വിളിച്ചിട്ട്, അപ്പോൾ ക്ലയന്റ് പറഞ്ഞില്ലെങ്കിൽ തന്നെയും ഈ വർക്കേഴ്സ് ആയാലും അവർ 2 ടീമും നമ്മളെ അറിയിക്കുന്നുണ്ട്, ഇന്നൊരു ചേഞ്ച് അവിടെ വരുത്തണം, അല്ലെങ്കിൽ നെക്സ്റ്റ് അവിടെ അങ്ങനെ ചെയ്താൽ കൊള്ളാമായിരുന്നു എന്നുള്ളൊരു ഇത് വരുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ അതും ചിന്തിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിന്നും അറേഞ്ച് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ആ ടീം വർക്ക് വഴിയാണ് നമുക്ക് നമ്മുടെ ആ പ്രൊജക്ട് സ്മൂത്ത് ആയിട്ട്
പ്രോപ്പർ വേയിൽ നമുക്ക് റൺ ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം നമ്മൾ നമ്മുടെ ഇവിടുത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് വർക്കേഴ്സിനെ നമ്മൾ ഇവിടെ നിന്ന് പ്രോപ്പറായിട്ട് എല്ലാം ഷെഡ്യൂൾ ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഗൈഡിങ് നമ്മൾ പ്രോപ്പറായിട്ട് കൊടുക്കുന്നുണ്ട്. ഓരോ വർക്ക് സ്റ്റേജിലും എന്തൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റേജ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനുള്ളൊരു സൊല്യൂഷൻ കൂടെ നമ്മൾ ഇട്ടിട്ടാണ് നമ്മളതിനെ പ്രോപ്പറായ രീതിയിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു ക്ലയൻസായിട്ടും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ ഓഫീസ് ഡിസൈൻ മേഖലയായാലും അതുപോലെ തന്നെ വർക്കേഴ്സ് തമ്മിലും ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു കോർഡിനേറ്റ് ചെയ്ത് അത് പ്രോപ്പർ വേയിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. എന്നാലാണ് നമ്മുടെ ആ ഒരു കൺസെപ്റ്റ് നമുക്കത് സ്മൂത്തായിട്ട് എത്തിക്കാനായിട്ട് പറ്റുള്ളൂ.